ഹലോ ഫ്രണ്ട്സ്, പെറ്റ്സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ പട്ടിക്കുട്ടിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ കാണിച്ചു തരാം. അതിന് മുന്നേ നമ്മൾ മുന്നത്തെ വെള്ളപ്പൂച്ചനെ കാണിച്ചില്ലേ, എന്തായിന്ന് അറിയണ്ടേ? അന്ന് നമ്മൾ കാണിച്ചത് വെറും 2 പൂച്ചനെ മാത്രമാണ്. നമ്മുടെ അടുത്ത് 5 പൂച്ച ഉണ്ടായിരുന്നു. 5 പൂച്ചനെ നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ ഇവർ 3 ആളും ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഇവരെ വാസം ശരിക്കും പിന്നെ നമ്മുടെ പെറ്റ് സ്റ്റേഷൻ്റെ അകത്ത് ഇന്നർ ഏരിയയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തുണ്ടായ 2 ആളില്ലേ, അതിനകത്ത് ഒരാൾ നമ്മൾ മറ്റേ വിട്ട് പോയി കേട്ടോ. എപ്പം നോക്കിയാലും പുറത്ത് തന്നെ. അപ്പോൾ അവനിപ്പോൾ അത്യാവശ്യം ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം വരും. പക്ഷേ നമ്മൾ ആ ഫോയർ ഏരിയയിൽ ഫ്രണ്ടിൽ മാത്രമേ വരുള്ളൂ. ഇവർ ഇതിൻ്റെ അകത്ത് തന്നെ, ഇവർ പുറത്ത് എവിടെയും പോകാറില്ല, ഇതിൻ്റെ അകത്ത് തന്നെ. ആദ്യം നമ്മൾ ഒരു മറ്റേ എലിനെ പിടിച്ച് പണി പറ്റിച്ചെന്ന് പറഞ്ഞിട്ടില്ലേ, അവർ ഇവരാണ് കേട്ടോ. വേണോ? ഇവിടെ കയറി ബാ ബാ. എങ്ങനെയുണ്ട്? സെറ്റായില്ലേ? ഭയങ്കര പേടിയാന്നേ. പേടി മാറുന്നില്ല ഇവർക്ക്, ഭയങ്കര പേടി. അപ്പോൾ ഇവർക്കെല്ലാം നമുക്കിപ്പോൾ എന്ത് പേരിടുന്നില്ലതാണ്. ഈ മറ്റേ കാടൻ സ്വഭാവം എന്തായാലും ഇവരുടെ കൂട്ടത്തിലുണ്ട് കേട്ടോ. എന്താ വേണ്ടി മോനെ? അച്ചോടാ ബാബാ ബാബാ ബാ. അതിനെ ആ പൂച്ചനെ കണ്ട കുട്ടി, അതിന് നല്ല രസം. അതിൻ്റെ ക്യൂട്ടാണ്, ഭയങ്കര മുഖം. പക്ഷെ അവന് ഭയങ്കര പേടിയാണ്, ഒരു രക്ഷയില്ല. എന്തോ പിന്നെ ട്രോമ ഉണ്ടെന്നോ, എന്നാലും ഇങ്ങനെ വരും. പക്ഷെ എന്നാലും ഒരു ഇതണ്ടാ കാണിക്കുമ്പോൾ തന്നെ ഡാ ബാ ബാ. നമുക്ക് സെറ്റായി കൊണ്ടുവരാം കേട്ടോ. പക്ഷെ എന്നാലും അങ്ങനെ നിൽക്കൂല അടുത്ത്. നമുക്കിപ്പോൾ തൊടാനെല്ലാം പോയി കഴിഞ്ഞാൽ അപ്പം ഓടും. പക്ഷെ അതിൻ്റെ മുഖം കണ്ടില്ല, അതിൻ്റെ മുഖം അടുത്തുനിന്ന് കാണിച്ചേ മിസ്ര, അതിൻ്റെ അടുത്തുനിന്ന് കാണിച്ചേ മുഖം. ഭയങ്കര ക്യൂട്ടാണ്. നമ്മുടെ ലയൺ കിങ്ങിലെ സിംബൻ്റെ മുഖത്തായിട്ട് ചെറിയൊരു സാമ്യമുണ്ടാ നോക്കിയേ, സിംബൻ്റെ അല്ലേ? എന്ത് ക്യൂട്ടാന്ന് നോക്കിയേ. വട ബാ മുത്തേ. അല്ല പിന്നെ അമ്മക്ക് വേണം, കുറച്ച് അമ്മ കഴിച്ചു. അമ്മ നല്ല അമ്മയാണേ, നല്ല പാവാണ്, ഒരു പ്രശ്നവുമില്ല. നല്ല സുന്ദരി അല്ലേ? നല്ല വളരെ സുന്ദരിയായിട്ടുള്ള ഒരമ്മ പൂച്ചയാണ് കേട്ടാ. കയറി മക്കളെ, ബാ നീ കയറ്. കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ടായി, എന്നാണ് തെരുവിൽ നിന്നും കൊട്ടാരത്തിലേക്ക് എത്തിയ പൂച്ചക്കുട്ടികളും പൂച്ചകളും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവർക്ക് സ്വാതന്ത്ര്യം കൂടി ഉള്ളത് കൊണ്ട് ശരിക്കും അങ്ങനെ തോന്നാം കേട്ടോ. നല്ല സ്വാതന്ത്ര്യം കൊടുക്കണ്ടല്ലോ, കൂട്ടിലൊന്നും ഇടുന്നില്ലല്ലോ. പിന്നെ നമ്മൾ ചെറിയ ചെറിയ ജീവികളെ വിടുമ്പോൾ നമ്മൾ എന്താക്കും പറഞ്ഞാൽ ഇവരെ ആ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് നമ്മൾ ജസ്റ്റ് കൂട്ടിലാക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്നർ ഏരിയ ഇല്ല, നമ്മളെ കിച്ചണിൻ്റെ ഏരിയ, ആ ഏരിയയിൽ കൊണ്ടേക്കും. നമ്മൾ സ്പിൻസ് കാറ്റിനെ വെറുതെ ഇവൻ്റെ കൂട്ടത്തിലൊന്ന് വിട്ടു നോക്കിയാലോ, വെറുതെ ഇവരെ ഒരുമിച്ചാക്കാലോ, നോക്കാമല്ലോ എന്താന്ന്. അതിൽ ഫീമെയിൽ ആയതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. വേണോ? ഇനി വേണോ? തരാം. ആയിട്ടില്ല, വെയിറ്റ് തരേ. അടുക്ക്. ഇതെല്ലാം കിട്ടിയാൽ നല്ല അടിയാണ്. നല്ല തീറ്റക്ക് ഒരു കുറവുമില്ല. നല്ല മീനെല്ലാം, നല്ല പച്ച മീനെല്ലാം നന്നായിട്ട് ചാമ്പും. ഓക്കെ, മതി. എടാ സ്പിൻസ് കാറ്റിനെ ഒരു മിനിറ്റ്. കഴിഞ്ഞ വീഡിയോയിൽ ചെറിയൊരു അബദ്ധം പറ്റി. പ്രേമേച്ചിനെ കാണിക്കാൻ വേണ്ടി കാണിച്ചിട്ടില്ല, നിങ്ങൾ തന്നെ നോക്കുന്നു. അത് ലാസ്റ്റ് 2 സംഭവം കാണിക്കാമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോയിൽ വിട്ടുപോയിട്ടാ. അതൊന്ന് പ്രേമേച്ചിനെ കണ്ടാൽ നല്ല തടിച്ച് ഉഷാറായിട്ട് റെസ്റ്റെല്ലാം എടുത്തിട്ട് നാണോ ഇങ്ങളെ കാണിക്കാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. എന്നിട്ട് ഞാൻ മറന്നുപോയി ലാസ്റ്റ്. അപ്പോൾ കുറേ ആൾക്കാർ സുഖമായി വന്നല്ലേ? ഓക്കെ, കുറേ സബ്സ്ക്രൈബേഴ്സ് പിന്നെ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഞാനാണെങ്കിൽ ഒന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ടാവില്ല അല്ലേ? ഞാനാ കണ്ടാ, നിങ്ങളെ പറഞ്ഞിട്ടാ, എന്നല്ല. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഞാനായിട്ട് ഇപ്പോൾ ഓർത്തില്ലേ? അതാണ്. എന്താ നമ്മളെ പണിക്കാരെന്ന് പറഞ്ഞല്ലേ, പണിക്കാരെന്ന് പറയാൻ പറ്റില്ലല്ലേ? എന്താണ്? ഫാമിലി, അതാണ് തമാശ. എല്ലാം നമ്മൾ പിന്നെ എന്താ പറയുക, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല മിങ്കിളായിട്ടുള്ള ആൾക്കാരാണ് കേട്ടാ. വാലിക്കും അസ്സലാം. കൊടകുന്ന് വരുന്നതാ? വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണലുണ്ടാ? ഓക്കെ. എൻ്റെ പേര് സെയ്ദ്. പെറ്റ് സ്റ്റേഷൻ കണ്ടു കഴിഞ്ഞാ? നോക്കിക്കൊണ്ടുണ്ട്. നമുക്ക് അരാപ്പയ്മനെ ഫീഡ് ചെയ്താലോ? അപ്പോൾ അരാപ്പയ്മനെ ഫീഡ് ചെയ്യിച്ചിട്ട് ബാക്കി നമ്മളെ നായ്ക്കുട്ടിനെ നമുക്ക് കാണാം. ഓക്കെ, എന്നാലും ഇങ്ങനെയൊക്കെ നമ്മളിവിടെ വരുന്ന ചോദിച്ചേ ഉള്ളൂ. അരാപ്പയ്മനല്ല എന്നെ ചോദിച്ചേ ഉള്ളൂ അല്ലേ? ഓക്കെ ഞാൻ വിചാരിച്ച അരാപ്പയ്മനെ ചോദിച്ചത്. അപ്പോൾ നമുക്ക് അരാപ്പയ്മനെ ഫീഡ് ചെയ്യാം. ഇവർ ഇവിടെ വന്നിരുന്ന് എല്ലാ റേറ്റും നിന്ന് നല്ല കളിക്കോട്ടാ, കുഴപ്പമൊന്നുമില്ല. മോളെ ഫീഡ് ചെയ്തതാ. നിന്നാ മോളെ ഇതാ കൊടുത്തോ ഫുഡ് കൊടുത്തോ. കൊടുത്തോ വാങ്ങിക്കോ. അത്
ഇങ്ങനെ ഞെക്കി ഞെക്കി കൊടുക്കും. പിന്നെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് നമ്മൾ വീഡിയോ എപ്പോഴും എടുക്കുന്നത്. നമ്മൾ അങ്ങനെ കണക്കൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ടൈം കിട്ടുന്നതിനനുസരിച്ചിട്ടാണ്. ചില സമയത്ത് ആൾക്കാർ കുറഞ്ഞ സമയത്തെല്ലാം വീഡിയോ എടുക്കുക. അപ്പോൾ ഇന്ന ദിവസം ഇന്ന ടൈമൊന്നുമില്ല, ഏത് സമയത്ത് നമ്മൾ വീഡിയോ എടുക്കും. ഓക്കെ. അതേപോലെ നമ്മൾ കിവിനെ കാണണ്ടേ, കിവിക്കുട്ടൊക്കെ കിവി ഇവിടെ വരുന്നവരെല്ലാം പെറ്റാന്നിട്ടാ, നമ്മുടെ മാത്രമല്ല, എല്ലാവരും പെറ്റിയവരുണ്ടാവും. ഇവിടെ വന്നിട്ട് കിവിനെ തൊടാത്ത ആൾക്കാർ ഭയങ്കര കുറവായിരിക്കും അല്ലേ. നമുക്ക് കിവിക്കൊരു ട്രീറ്റ് കൊടുത്താലോ? ആ ഭയങ്കര കൊതിയനാന്നേ. കൊതിയെന്ന് പറഞ്ഞാലല്ല, 1 തരുവേ. ആ അട നമുക്ക് അവർക്ക് അപ്പം ഇങ്ങനെ കൊടുക്കാമല്ലോ. ആ കുട്ടി നല്ല ഹാപ്പി ആയിരുന്നേ. ഇതെല്ലാം ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോഴാണ് കുട്ടികളുടെ മൈൻഡ് സെറ്റ് തന്നെ ഭയങ്കര ഫ്രീ ആവുന്നിട്ടാ. കുട്ടി എന്ത് സന്തോഷത്തോടെ കൊടുക്കുന്നൊക്കെ. ഇഷ്ടപ്പെട്ടിനാ കൊണ്ടുവന്നാ? ഈ പൂച്ചക്കുട്ടിക്കില്ലേ പെൺകുട്ടികളെയും അതുപോലെ പിന്നെ ഫീമെയിൽസിനോട് താല്പര്യമാണ്. പക്ഷെ നമ്മൾ ആണുങ്ങൾ പോകുമ്പോഴാണ് ഇവന് ഓടിപ്പോകുന്നത്. നമ്മൾ ഏച്ചിമാരുടെ അടുത്തെല്ലാം നന്നായിട്ട് നിൽക്കും. ബാക്കി ആർക്കും പ്രശ്നമില്ല, ഇവരെല്ലാം നമ്മുടെ അടുത്ത് നിൽക്കും. ഈ മറ്റേ അമ്മപ്പൂച്ചൊക്കെ നിൽക്കും. പക്ഷേ നമ്മളെ കുട്ടിയില്ലേ, ഒരു കുട്ടി ഞാൻ നേരത്തെ പറഞ്ഞ പേടിയിലെ കുട്ടിയില്ലേ, ആ കുട്ടി മാത്രം നമ്മളെ ഇവിടുത്തെ ലേഡീസ് സ്റ്റാഫിൻ്റെ അടുത്തെല്ലാം നല്ല അടിപൊളിയാണ്. ബാക്കി ആണുങ്ങളെ കാണാൻ പോകും. എന്തോ ആണുങ്ങളിൽ നിന്ന് എന്തോ ട്രോമ ഉണ്ടായെന്ന് തോന്നും. വീഡിയോയിൽ കുറേ ട്രോമ പറഞ്ഞല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അവർക്ക് ഫീഡ് ചെയ്യിപ്പിച്ച് കൊടുക്കാം. ഇവിടെ മീനുണ്ടാ? ഓക്കെ വാ. ബ്രോ അപ്പോൾ നമ്മൾ അരാപ്പയ്മനെ ഫീഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. ഓക്കെ, കൈമുക്കരുതേ. ആ ഇല്ല, അങ്ങനെയൊന്നും പേടിക്കൊന്നും വേണ്ട അല്ലേ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളെ മീനിൻ്റെ പേരെന്താണ്? ഈ മീനിൻ്റെ പേരെന്താണ്? എനിക്ക് ഇപ്പോൾ കിട്ടില്ല. കോലി അല്ലേ. അപ്പോൾ കോലിയാകുമ്പോൾ കൊടുക്കുന്നത്. കോലി പിടി. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അവിടെ ഇറങ്ങിയെന്നോ, അവിടെ നിന്ന് ഇറങ്ങിയെന്നോ. ഇതൊരു വീഡിയോ ഇപ്പോൾ അവിടെ നിന്ന് എടുക്കുന്നു. ഓക്കെ, എന്നാൽ പിന്നെ ഇടുന്നോ, കുഴപ്പമില്ല. ഓക്കെ, ഈ പൊസിഷനിൽ ജസ്റ്റ് വെള്ളത്തിൽ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല താഴ്ത്തിയിട്ട് ടച്ച് ചെയ്താൽ മതിയേ. മീൻ വന്നിട്ട് എടുത്തോളൂ. ഓക്കെ, മെല്ലെ ടച്ച് ചെയ്തോ. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? മുഖത്തെല്ലാം വെള്ളം തന്നെയല്ലേ. ഓക്കെ, എവിടെ സ്ഥലം പറഞ്ഞത്? കൊടകല്ലേ, എരുമാട്. എങ്ങനെയുണ്ട് പരിശേഷം കണ്ടിട്ട്? ഇഷ്ടപ്പെടുന്നു? ഓക്കെ, താങ്ക് യു. അങ്ങനെ ഇപ്പോഴാണ് എത്തിയതല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരാളും കൂടി നമ്മളെ വീഡിയോ കാണുന്ന ഒരാൾ നമ്മളെ താഴത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരെയും കൂടി നമുക്ക് ഫീഡ് ചെയ്യിപ്പിക്കാം. വന്നൊക്കെ അവർ ഇറങ്ങിയിട്ട് അങ്ങനെ കയറിക്കോട്ടാ. അവർ വരുന്നുണ്ടേ. അവർ ഫാമിലിയാണ്. എവിടുന്ന് വന്നതെന്നൊന്നും അറിയില്ല, വീഡിയോ കാണലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരെയും കൂടി നമുക്കൊന്ന് ഫീഡ് ചെയ്യിപ്പിക്കാം. വാ, ഇവിടെ പിടിച്ചോ. നിങ്ങൾ എവിടെ നിന്ന് വരുന്നേ? തൃക്കരിപ്പൂര് അടുത്ത് തന്നെ. ഇടയിലേക്കാടല്ലേ. ഓക്കെ. ഇത് കാണുന്നല്ലേ വീഡിയോ? ആരുടെങ്കിലും കൈ കടിക്കുന്ന കണ്ടിട്ടുണ്ട് ഇതുവരെ? ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ പേടിക്കൊന്നും വേണ്ട. മെല്ലെ പോവാ, മെല്ലെ ടച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. മെല്ലെ വെച്ച് നിന്നാൽ മതി. സ്ലോലി പോകണം കേട്ടോ. സ്ലോലി ഇത്ര ഫാസ്റ്റ് ആക്കണ്ട. ഓക്കെ, മെല്ലെ പോയി മുട്ടിച്ചെടുത്തോ. ഇങ്ങനെ ഉണ്ടായിനി വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അല്ല ഡയറക്റ്റ് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് വ്യത്യാസം ഉണ്ടല്ലേ? എന്താ പേര്? സേതു. വർഷ. മോൻ്റെ പേരെന്താ? അനു. ഓക്കെ, അപ്പോൾ ശേഷം മൊത്തം കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറയാട്ടാ. ഓക്കെ, ശരി, വീഡിയോയിൽ കാണാം കേട്ടാ. ഒരായി പറഞ്ഞു. ഓക്കെ, അപ്പം നമുക്ക് പട്ടിക്കുട്ടിനെ കാണണ്ടേ? വാ, പട്ടിക്കുട്ടിക്ക് പേരിട്ടണം കേട്ടോ. എന്താ പേരെന്നറിയോ? ചാർലി. നമ്മൾ കൊണ്ടുവന്നല്ല, എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ അവർ എന്താ പറയുക, എൻ്റെ അടുത്തൊന്ന് നോക്കിയിട്ട് കുറച്ച് ദിവസം ഇവിടെ വെച്ചിട്ട് തന്നേന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്വാറൻറ്റൈനൊക്കെ ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെ കാണിച്ചു തരാം. ചാർലിയാണ് കേട്ടോ, ചാർലി. ഇതെന്താണെന്ന് മനസ്സിലായാ? ആ വീഡിയോൻ്റെ ഇടയ്ക്ക് ഞാൻ കാണിച്ച കേട്ടോ. അതാ ഞാൻ നേരത്തെ സ്പിൻസ് ക്യാറ്റിനെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ സ്പിൻസ് ക്യാറ്റിനെ കാണിച്ചു തന്നിട്ടാ. നല്ല രസമില്ല അങ്ങനെ കാണുമ്പോൾ. നമ്മളെ വയസ്സന്മാരെ സ്കിന്ന് പോലെ ഉണ്ടല്ലേ. വയസ്സന്മാരെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഏകദേശം ആ സമയമായി. പക്ഷെ എന്തായാലും നമ്മളെ സ്പിൻസ് ക്യാറ്റിൻ്റെ സ്നേഹം ഒരു രക്ഷയില്ലാത്തതാണ്. കുറേ നാളെയല്ലേ കാണിച്ചിട്ട്. നമ്മളെ പഴയ ഷെയ്ത്താൻ അല്ലേ, ഷെയ്ത്വാൻ.
എന്താ രസമല്ലേ, ഭയങ്കര സ്നേഹം കേട്ടോ. സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ട്രീറ്റ് കൊടുക്കാം, ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല, എന്നാൽ തന്നെ അവന് സ്നേഹം. ബാ ബാ ബാ, അടുക്ക് എനിക്ക് ട്രീറ്റ് തരല്ല, നമ്മൾ മുത്തല്ലേ, അടുക്ക് ബാ. എല്ലാവരെയും മുത്തെന്ന് തന്നെ വിളിക്കുന്നു. നിന്നോ. സ്പിൻസ് ക്യാറ്റിൻ്റെ പഴയ വീഡിയോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ. നമ്മളിപ്പോൾ അധികം അങ്ങനെ പുറത്തിറക്കിയിട്ട് കാണിക്കല്ലേ അല്ലേ. സംഭവം എന്ന് പറഞ്ഞാൽ രാവിലെയാണ് ഈ പുറത്ത് വിടുന്ന സമയം, അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാനൊന്നും ആ സമയത്ത് മൂടുണ്ടാവില്ല. പിന്നെ ചിലപ്പോൾ ഫോണകത്തായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചിലപ്പോൾ വീഡിയോ ഒന്നും എടുക്കില്ല. പിന്നെ നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങുമ്പോഴാണ്, മുന്നേ നമ്മൾ ആ സമയത്താണ് വീഡിയോ എടുക്കല്. അപ്പോൾ നമ്മൾ കുറേ വീഡിയോയിൽ കുറേ ആക്ടിവിറ്റീസ് കാണിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമ്മളെ മിൻപിൻ വന്നിട്ടുണ്ട്. ഇതാ മിനിയേച്ചർ പിൻച്ചർ, നമ്മളെ പപ്പി. ഓൻ്റെ ട്രീറ്റ് വേറെ എന്നിട്ടാ. ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം. നോക്കി എത്ര ചെറിയ സൈസ്, നോക്കി ഇത്രയേ ഉള്ളൂ, കുഞ്ഞി. ഒന്ന് പിടിച്ചടാ. ഇത് വേസ്റ്റ് ഉണ്ടേ. എങ്ങനെയുണ്ട് ബേബി? അയ്യോ, ഇത് പട്ടിയും പൂച്ചയും നായല്ല. പട്ടിയും പൂച്ചയും തന്നെ, നായും പട്ടിയും ഒന്നല്ലോ. അങ്ങനെയുണ്ട്. നമുക്ക് ഇവനെ ഒന്ന് നമുക്ക് മറ്റേ സൽക്കട്ടൻ്റെ കേജിൽ വെച്ച് കൊടുത്ത് നോക്കിയാലോ. നല്ല ആൾ സെറ്റാന്നേ, ഓടി വരികയൊക്കെ ചെയ്യും. പൂച്ചയ്ക്ക് കാണിച്ചു കൊടുക്കാമല്ലോ, ചെറിയ നായനെ. എന്താ അവസ്ഥ? പേടിപ്പിക്കണോ മുത്തേ? അയ്യോ പൂച്ച സാർ, പേടിപ്പിക്കട്ടെ, പൂച്ച കടിച്ചേക്കോ. നമുക്കാ പേടി, പൂച്ച നോക്കുന്നുണ്ടാ. ഇവനെ ഭയക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം, കുഞ്ഞിൻ്റെ അടുത്ത് നോക്കാം. നല്ല രസമാണ് നിൻ്റെ കളിയാണ്. അപ്പോൾ ചാർലി എന്നാ പേര്. ചാർലി, ചാർലി, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ദൂരത്തുനിന്നെല്ലാം വിട്ട് കഴിഞ്ഞാൽ വരുന്നതാണേ, ഭയങ്കര രസം. ബാ 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 ബാ. ഹോട്ടലും കണ്ട. പൂച്ചൻ്റെ ബാക്കിലേ പോയത്. ഭയങ്കര രസമാണ് നിങ്ങൾക്കല്ലേ. നമുക്ക് നമ്മുടെ സ്പിൻസ് ക്യാറ്റിൻ്റെ താഴെ വിടാം. സ്പിൻസ് ക്യാറ്റിൻ്റെ ഒരുമിച്ച് വിട്ട് വെക്കാലോ. ബാ 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 ബാ. ഏഞ്ചൽ, ഏഞ്ചൽ ബേബി ബാ. ഏഞ്ചലിനെയും നമ്മുടെ ഡോഗിനെ ഒരുമിച്ച് വിടാം. നിന്ന് കഴിച്ചോടാ. എന്ത് രസം നോക്കിയേ. എത്ര ഇതെൻ്റെ എൻ്റെ കൈപ്പത്തീൻ്റെ അത്രയേ ഉള്ളൂ കേട്ടോ. കണ്ടാ ഇത് നോക്കിയേ. നിന്നോ. നമ്മൾ മൈൻഡ് സെറ്റ് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളായിട്ട് ഉണ്ടെങ്കിൽ ഈ ഡോഗിൻ്റെ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സംഭവത്തിൻ്റെ കൂടെ നിന്നാൽ മതി. ഇവന് ഭയങ്കര സ്നേഹമാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത സ്നേഹമാണ്. അടുത്ത് നിൽക്കുമോനെ. നല്ല അടുത്ത് നിർത്താം. ഓക്കെ ചാർലി, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. എടാ ചാർലി, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ബാ 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 ബാ. ചാർലി, ഗുഡ് ബോയ്. ഞാൻ ഒരു കാര്യം ചെയ്യട്ടാ, നമ്മളെ മിൻപിനെയും കൂടി ഇതിൻ്റെ കൂടെ കാണിച്ചു തരാം. എന്നാൽ വലുപ്പ വ്യത്യാസം മനസ്സിലാവില്ല. ബാ ചാർലി, കം. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. നമ്മളെ സ്പിൻസ് തന്നെ ഇങ്ങനെ വരച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഇതണ്ട നമ്മളെ കൂടെ തന്നെ ഇങ്ങനെ 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 അതണ്ട. ഓ ബാ. ഭയങ്കര രസമല്ലേ. നമ്മളെ വേറൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു അവിഹിതം നടന്നിട്ടുണ്ട്. ഇവരിപ്പോൾ എനിക്ക് തോന്നുന്നു പ്രഗ്നൻ്റ് ആണെന്ന്. ആരാന്നറിയാം? നമ്മുടെ പൂപ്പിയും മിൻപിനും കൂടി ക്രോസ് ആയിട്ട്. എന്നാടാ അവനിപ്പോൾ അധികം ഭക്ഷണമൊന്നും പറ്റുന്നില്ലല്ലേ, ട്രീറ്റൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഇവളിപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് നമുക്ക് ബലമായ സംശയമുണ്ട്. 2 പ്രാവശ്യം ക്രോസ് ചെയ്ത് ലോക്കായിട്ടെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സംശയമല്ല, എന്തായാലും ഉറപ്പന്നെ. നമ്മൾ സ്കാനൊന്നും ചെയ്തിട്ടില്ല. ഇതാണ് വലുത്, ഇത് ചെറുത്. രണ്ടാളും ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. അത്രേ ഉള്ളൂ കേട്ടോ. ചെറിയ ടോയ് ബ്രീഡ് എന്ന് പറഞ്ഞാൽ അയ്യോ ഇവർ രണ്ട് ആ ട്രീറ്റ് എന്താ പൂച്ചൻ്റെ. എൻ്റെ മുത്തേ വാ വാ. നിന്ന ഏഞ്ചൽ, ഏഞ്ചൽ, ഏഞ്ചൽ വാ. ഓ മോത്തൊക്കെ ആക്കി. മിൻ
ഗുഡ് ബോയ്. ഇവന് പിന്നെ ട്രീറ്റ് ഒന്നും ഇഷ്ടമല്ലേ, കഴിക്കേയില്ല. എന്നാൽ ഭയങ്കര വലിയ താല്പര്യം കുറവാണ്ടാ, അത് ഇട്ടിട്ട് പോയി കണ്ടാ. ഇതൊക്കെ മേലൊരു പൂച്ച ആള് നോക്കുന്നുണ്ട്. ഇതാ ആ അങ്ങനെ ഉണ്ടോ അടുത്തടുത്ത് വന്ന് നോക്കട്ടെ. സ്റ്റാക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടാ. ഇതാ രസം നോക്കിയേ. ഐഷ് ചാർലി ബേബി. ഐ എന്താ രസമല്ലേ. ഇതേപോലെ ഇന്ന് രാവിലെ അധികം എല്ലാവരും ഒരുമിച്ച് വിടുന്ന കേട്ടാ, ഭയങ്കര രസം. അങ്ങനെയുണ്ട്. ഇങ്ങനെയെല്ലാം നമ്മൾ സന്തോഷത്തോടുള്ളതാണ് നമ്മുടെ ജീവിതം കേട്ടാ. കുറേ മൃഗങ്ങൾക്കൊപ്പം ഇതേപോലെ ആൾക്കാരില്ലാത്ത സമയത്ത് ഇവരെല്ലാം നമ്മളിങ്ങനെ തുറന്നു വിടും കേട്ടോ. അതേപോലെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം മറന്നിട്ടുണ്ട്, ഇപ്പം ചെയ്യട്ടോ. അല്ലെങ്കിൽ എല്ലാ വീഡിയോയിലും ഇതുപോലെ മറന്ന കാര്യങ്ങൾ കൂടുതലാണ്. ഡാ 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 ബാ ബാ, നമ്മുടെ സൽക്കട്ടൻ്റെ കൂടെ വിടാന്ന് പറഞ്ഞത്. ആദ്യമായിട്ട് ആമനെ കാണുന്നേ, എന്താ റിയാക്ഷൻ നോക്കട്ടെ. അതാ ആമ പേടിച്ചാ? ഇല്ലില്ല, ആമ തലവരെ ഉള്ളിലിട്ടിട്ടില്ലട്ടാ. ഇവനെ എന്ത് പുഷ്പം പോലെ അറ്റാക്ക് ചെയ്യാമെന്നാണ് തോന്നുന്നു വിചാരിക്കുന്നത്. ശരിക്കും ഇനി കൂട് മതി കേട്ടാ. ഇതൊക്കെ ഇങ്ങനെ കാണുകയും ചെയ്യാം. നല്ല രസമുണ്ടല്ലോ. ഇതൊരു കൊള്ളാല ഈ കേജിൻ്റെ സെറ്റപ്പ്. ഇങ്ങനെ ഗ്ലാസ് ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചാടാൻ കഴിയില്ലല്ലോ. ഇത് സൽക്കട്ട നമ്മൾ ആമ വന്നിട്ട് ഉരച്ച് സ്ക്രാച്ച് ആക്കിയിട്ടുണ്ടോ ഈ നഖം തട്ടിയിട്ട്? ഒന്നുമില്ലേ? വാടാ കുറുക്കൻ്റെ ലുക്കിൽ നോക്കിയാ ഏതാ രസമല്ലേ. അതിങ്ങനെ അലേർട്ടായിട്ട് നിൽക്കുന്നതാണ് നല്ല രസമെന്ന് കാണാൻ. ശരിക്കും വലിയ ഡോഗിനെ പോലെ ഉണ്ടല്ലേ. ചെറിയ ഇത്രയേ ഉള്ളൂ കേട്ടാ, തിരിപ്പോന്ന സാധനം. ബാ ഓക്കേ, എനിക്ക് വേണം ഇത് നോക്കുന്ന ഡോഗിൻ്റെ ട്രീറ്റാണ്. പറ്റുമോ? നാടൻ സാധാരണ എല്ലാം തിന്നല്ല, ലക്ഷറി ആയിട്ടാ വന്നിട്ട്. ഇല്ല കഴിക്കുന്നുണ്ട്. ഇല്ല ഓക്കെ, അത് കഴിച്ചിട്ടാ, കുഴപ്പമൊന്നുമില്ല. സെറ്റ്. അപ്പോൾ നമ്മളെ ടോയ് എങ്ങനെയുണ്ട്? ടോയ് ബ്രീഡ് എങ്ങനെയുണ്ട്? ഇഷ്ടൈനാ? എല്ലാവരോട് ബായ് പറഞ്ഞേ. ബായ്. അപ്പോൾ ഇതാണ് നമ്മളെ ചാർലിക്കുട്ടൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുടെ അടുത്ത് ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ ബൈ. കുട്ടി ആമനെ നോക്കുന്നുണ്ടോ?